എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 12 ശ്ലോകം 5, 6, 7, 8, 9 5 ശ്ലോകങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം. ആ വൃന്ദാവനത്തിലെ കാട്ടില് രാമനും കൃഷ്ണനും ആ ഗോപകുമാരന്മാരും ആ കളിച്ച കളികള് അവരിങ്ങനെ ആസ്വദിച്ച് ആ മരങ്ങളിൽ കയറിയും അവിടെ അതിസുന്ദരമായ പ്രകൃതി സൗന്ദര്യത്തിൽ കുളിച്ച് അവര് ആസ്വദിച്ച് വളരെ രസമായിട്ടുള്ള കളികളാണ് കളിക്കുന്നത്. ഇത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ആനന്ദം തന്നെ, പരമാനന്ദം. ഭഗവാന്റെ കളികൾ, ആ ബാലലീലകൾ കേട്ടോണ്ടിരുന്നാൽ യാതൊരു ദുഃഖവും നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളത് ശരിക്കും മനസ്സിലാവും. ഇത് ഓരോ ശ്ലോകവും ഇത്രയും മനോഹരമായിട്ടാണ് ശ്രീ സുഖബ്രഹ്മർഷി വർണ്ണിച്ചിരിക്കുന്നത്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 5. മുഷ്ണന്തോ അന്യോന്യശിക്യാദീൻ ജ്ഞാതാനാരാച്ച ചിക്ഷിപു തത്രത്യാശ്ച പുനർദൂരാൽ ഹസന്തശ്ച പുനർദതു. ഈ കുട്ടികള് കളിക്കണ സമയത്ത് ഒരാളുടെ സാധനങ്ങളെ മറ്റാള് കട്ടെടുക്കും. എന്നിട്ട് ഇവരിങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇയാളാണ് എടുത്തതെന്ന് ഉടമസ്ഥൻ അറിഞ്ഞു വെച്ചാൽ എന്ത് ചെയ്യും? ഒട്ടന്നെ വേറൊരാളുടെ അടുത്തേക്കാണ് കൊടുക്കും ഈ സാധനം. അവരുടെ അടുത്തേക്കാണ്ട് എറിയും. അവര് പിന്നെ അതിനേക്കാളും ദൂരത്തേക്ക് എറിയും. ഇങ്ങനെ ഈ കുട്ടിയുടെ സാധനം കിട്ടാണ്ട് അവനതിങ്ങനെ കരഞ്ഞ് മറ്റാളുടെ അടുത്തേക്ക് ഓടും, പിന്നെ ഓടും. അങ്ങനെ ഓരോരുത്തരുടെ അടുത്തേക്ക് ഓടി ഓടി ക്ഷീണിക്കുമ്പോ വല്ലാത്ത വിഷമാവും ആ കുട്ടിക്ക്. അപ്പൊ അവനങ്ങനെ കരയാൻ തുടങ്ങും. അപ്പൊ മറ്റുള്ളവര് ചിരിക്കും ഈ കുട്ടിയെ പരിഹസിച്ചുകൊണ്ട്. കരയണ കാണുമ്പോ അജ്ജേ ഇതേ കരയണു എന്ന് പറഞ്ഞിട്ട് കളിയാക്കുമ്പോ വേഗം കണ്ണൻ ഓടിച്ചെന്ന് കുട്ടിയെ സമാധാനിപ്പിക്കും. എന്നിട്ട് സാധനങ്ങൾ മടക്കി കൊടുക്കും. ഇങ്ങനെയുള്ള കളികൾ കളിച്ചു. യതി ദൂരംഗത കൃഷ്ണോ വനശോഭേക്ഷണായതം അഹം പൂർവം ഇതി സംസ്പൃശ്യ രവിരേ. കണ്ണനിങ്ങനെ ആ പ്രകൃതി സൗന്ദര്യം എത്ര ആസ്വദിച്ചാലും മതിയാവില്ല. ഈ കുട്ടികളെക്കാളും കൃഷ്ണന് ആ മരങ്ങള് നോക്കുക, അവരുടെ അതില് പൂക്കള്, പലതരത്തിലുള്ള പൂക്കള് വരിക, മനോഹരമായ ആ നദി, അതിന്റെ അതിമനോഹരമായ ആ കാടാണ് വൃന്ദാവനം. അതുകൊണ്ടാണല്ലോ ഭഗവാൻ അവിടേക്ക് തന്നെ വന്നത് കളിക്കാനായിട്ട്. പ്രകൃതിയോട് ഇത്രയും ഇണങ്ങി, ഇത്രയും പ്രകൃതി സ്നേഹിയായിട്ടുള്ള ഒരു കുട്ടി വേറെ ഉണ്ടോ തോന്നും ഭഗവാന്റെ ആ പ്രവൃത്തികൾ കണ്ട. അപ്പൊ അത് കാണാനായിട്ട് കളിച്ചോണ്ടിരിക്കണതിന്റെ ഇടയ്ക്ക് ആള് പെട്ടെന്ന് അങ്ങോട്ട് പോകും. എന്നിട്ട് ആ ഓരോ മരത്തിലെ പ്രകൃതി സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ദൂരേക്ക് അങ്ങോട്ട് പോകുന്നു കൃഷ്ണൻ. മരങ്ങള് പൂത്തും കാച്ചും പഴുത്തും ചെടികള് തഴച്ചു നിൽക്കണൊക്കെ കണ്ട ആ ശോഭ കണ്ടിട്ടാണ്, അത് ആനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണൻ പോണത്. അപ്പൊ ഇവര് കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോ കണ്ണനെ കാണാനില്ല. അപ്പൊ കുട്ടികൾക്ക് സങ്കടമായി. കണ്ണന് അടുത്തുണ്ടെങ്കിലാണ് അവർക്ക് കളിക്കാനും ഒരു രസം. കണ്ണനെ കാണാതെ ഇവിടെ കൃഷ്ണ കണ്ണാ കണ്ണയ്യാന്ന് വിളിച്ചിട്ട് ഇവര് ഓടും. നോക്കുമ്പോ കണ്ണൻ അവിടെ ഇങ്ങനെ അതൊക്കെ നോക്കി നിക്കണ കാണാം. ഓടി ചെന്നിട്ട് ഞാനാണ് ആദ്യം കണ്ണനെ കെട്ടിപ്പിടിക്കുക, ഞാനാ തൊടാന്ന് പറഞ്ഞിട്ട് ഇവര് മത്സരിച്ചങ്ങോട്ട് ഓടുന്ന പറയണത്. കുറച്ചു നേരം പോലും ആ കണ്ണനെ പിരിഞ്ഞിരിക്കാൻ ആ കുട്ടികൾക്ക് പറ്റില്ല. ഓടി ചെന്ന അവരുടെ ശക്തിക്ക് അനുസരിച്ച് ഓട്ടി കൃഷ്ണനെ ചെന്ന് അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് അപ്പോഴേക്കും അവർക്ക് നിർവൃതിയായി. ആ സന്തോഷം അവരിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരുന്നു എന്നാണ് ആ ഗോപകുട്ടികളുടെ ഒരു ഭാഗ്യം അല്ലേ. കേജിത് വേണൂൻ വാദയന്തോ സ്മാന്തശൃംഗാണി കേചന കേചിൽ ഭൃംഗൈ പ്രഗായന്ത കൂജന്ത കോകിലൈ പരേ. ഭഗവാനെ ശ്രീകൃഷ്ണനെ കണ്ടപ്പോണ്ടായ ആ സന്തോഷം പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലര് അവരും വേണുവൊക്കെ അരയിൽ തിരികുന്നുണ്ട്. അപ്പൊ അവരിങ്ങനെ വേണുഗാനം മുഴക്കുന്നു ആ കണ്ട സന്തോഷത്തില്. എത്ര നേരമായി കണ്ണൻ ഞങ്ങളെ വിട്ടിട്ട്, എന്തിനാ കണ്ണ അത് ഓടിപ്പോയെ എന്നൊക്കെ ചോദിച്ച് അത് കഴിഞ്ഞിട്ട് ആ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണുഗാനം.
ചെയ്തു. മറ്റു ചിലര് കൊമ്പൂതി മനോഹരമായി ശബ്ദിപ്പിച്ചു. ചിലര് ആ വണ്ടുകൾ മുരളുന്നതിനനുസരിച്ച് ശബ്ദിച്ചു. അപ്പോഴാണ് അവർക്കൊക്കെ രസം. കണ്ണൻ അടുത്തുള്ളപ്പോഴാണ് അവരുടെ ആ ഉത്സാഹം മുഴുവൻ പൂർണ്ണമാവണതെന്നാണ് പറഞ്ഞത്. വേറെ ചിലര് അപ്പളേക്കും ഇങ്ങനെ കുയില് കൂകണ കേട്ടപ്പോ അതുപോലെ കൂകിക്കൊണ്ട് ചെയ്തു. എന്നിട്ട് ഓടിച്ചെന്ന് ഇങ്ങനെ കണ്ണനെ കെട്ടിപ്പിടിക്കുക. അത്രയും ഇതെല്ലാം കണ്ട് ആസ്വദിച്ചിങ്ങനെ ചിരിച്ചുകൊണ്ട് ആ കുട്ടികളെ അതേപോലെ കെട്ടിപ്പിടിച്ചു ഓരോരുത്തരോടും കുശലം പറഞ്ഞു കണ്ണൻ കളിച്ചു. വിച്ഛായാഭിപ്രധാവന്തോ ഗച്ഛന്ത സാധു ഹംസകൈ ബഗൈരുപവിശന്തശ്ച നൃത്യന്തശ്ച കലാപിഭി. അപ്പൊ മോളിൽ കൂടി ആകാശത്തു കൂടി ഇങ്ങനെ പക്ഷികൾ പറക്കണ കാണുമ്പോ അവരുടെ നിഴലിങ്ങനെ ഭൂമിയില് പതിക്കൂലോ. ആ നിഴലിൽ കൂടി ഇങ്ങനെ കുട്ടികള് ആ നിഴലിന്റെ അനുസരിച്ച് അത് കൂടെ ഇങ്ങനെ ഓടുക. എന്നിട്ട് പിന്നെയോ ഹംസപക്ഷികൾ നടക്കുമ്പോ അവയുടെ മാതിരി ഇങ്ങനെ മനോഹരമായി നടക്കുക. അവര് ഈ ഹംസപക്ഷികൾ നടക്കണ കാണാൻ നല്ല ഭംഗിയാ. ഓരോ അടി വെച്ച് നല്ല രസമാണ് ഇത് കാണാൻ. അതുപോലെ മനോഹരമായിട്ട് അവര് നടക്കുന്നു. കൊറ്റുകള് കുളത്തിന്റെ പക്കത്തിരിക്കുമ്പോ സമീപത്ത് ചെന്ന് അതുമാതിരി അവരിയ്ക്കണ മാതിരി ഇങ്ങനെ പതുങ്ങിയിരിക്കും. കുറേ നേരം ഈ സ്റ്റാച്ചു പോലെ ഇരിക്കും ഈ കൊറ്റുകള്. പിന്നെയോ മയിലുകള് പീലി നിവർത്തി ഭംഗിയിൽ ഇങ്ങനെ ആടുമ്പോ അതുപോലെ അവരും കൈയൊക്കെ ഇങ്ങനെ കാണിച്ച് മയിലാടണ പോലെ മനോഹരമായിട്ട് അവര് ആടിക്കൊണ്ടിരുന്നു. ഈ കൃഷ്ണനെ കണ്ടിട്ടുള്ള സന്തോഷം. കണ്ണൻ അടുത്തുണ്ടെങ്കിൽ അവര് എന്തൊക്കെയാ ചെയ്യാന്ന് അറിയില്ല. അത്രയും സന്തോഷമാണ് അവർക്ക്. പിന്നെയും പറയണു വികർഷന്ത കീശവാലാൻ ആരോഹന്തശ്ച തൈർദ്രുമാൻ വികുർമൂവന്തശ്ച തൈ സാകം പ്ലവന്തശ്ച പരാശിഷു. കുരങ്ങുകള് മരങ്ങളിലൊക്കെ അവയുടെ വാലുകള് കീഴ്പോട്ട് തൂക്കിയിട്ടായിരിക്കുക ചിലപ്പോ. അപ്പൊ ഈ കുട്ടികൾ ഓടി ചെന്നിട്ട് ആ കുരങ്ങുകളുടെ വാല് പിടിച്ചിങ്ങനെ വലിക്കും. അപ്പൊ കുരങ്ങന്മാരെന്ത് ചെയ്യും? വീഴാതിരിക്കാൻ വേണ്ടി അത് മുറുക്ക പിടിച്ചിട്ടിരിക്കും, ബലമായിട്ടിരിക്കും. അപ്പൊ കുട്ടികൾ ആ വാല് പിടിച്ചിട്ട് മരത്തിന്റെ മുകളിൽ കയറും. അപ്പൊ കുട്ടികളെ കാണുമ്പോ കുരങ്ങുകള് അവരെങ്ങനെയല്ലോ ഇളിച്ചു കാട്ടും. അതുപോലെ ആ കുരങ്ങ് കാണിക്കണ മാതിരി ഇവരും പല്ലിളിച്ചു കാട്ടുക, ചുണ്ടനക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഗോഷ്ഠി കാട്ടും. അപ്പൊ കുരങ്ങുകള് കുറച്ചു നേരം കഴിയുമ്പോ കുരങ്ങുകള് ഒരു കൊമ്പൊന്നും മറ്റേ കൊമ്പിലേക്ക് എടുത്ത് ചാടൂലോ. ഈ കുട്ടികളും അവരുടെ അതുപോലെ തന്നെ ചാടും. ഇങ്ങനെ പല കളികളും കളിച്ച് അവരിങ്ങനെ സന്തോഷം മാത്രമേ ഉള്ളൂ ആ ഗോപകുമാരന്മാരും. എന്തൊരു ഭാഗ്യം ആ കുട്ടികളുടെ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ 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 ഗോവിന്ദ.